ഗൈസ് ഇതേപോലത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? അതായത് ഇത് രണ്ടാണ് ഈ ഒരു വണ്ടിയുടെ അനലോഗ് മീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ എഞ്ചിൻ വാണിങ്, സൈഡ് സ്റ്റാൻഡ് വാണിങ്, ന്യൂട്രൽ ലൈറ്റ്, അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഹെഡ് ലൈറ്റിന്റെ തൊട്ട് മുകളിലായിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഒരു സെക്ഷനിലാണ് ശരിക്കും ഇത് കൊടുത്തിട്ടുള്ളത്. സംഭവം വേറെ ഒന്നല്ല കേട്ടോ, അധികം ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. BSAയുടെ ഏറ്റവും പുതിയ സിംഗിൾ സിലിണ്ടർ 650cc ഒരു ബൈക്കാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ എന്താ പറയാ, 2,99,000 രൂപയ്ക്കാണ് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ്. 4,20,000 രൂപ ഓൺ റോഡ് വരണ ഈ ഒരു മോഡലിന്റെ വീഡിയോ ചെയ്യണമെന്നും ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണമെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ വണ്ടി എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാണ് ഒരുപാട് ഹിസ്റ്ററിയുടെ കഥകളൊക്കെ പറയാനുള്ള BSA എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആദ്യത്തേതും അതേപോലെ തന്നെ 650cc സിംഗിൾ സിലിണ്ടറിലുമുള്ള ഒരേ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. അതായത് 650cc സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടീനെ ഓവറോൾ ഒന്ന് പറയാൻ വെച്ചാൽ ആ ഒരു പഴയ റെട്രോ ലുക്ക് അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് പല എലമെന്റ്സും അതേപോലൊക്കെ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതായത് ന്യൂജൻ ആയിട്ടുള്ള പാർട്സുകളും പക്ഷെ റെട്രോ ക്ലാസിക്കൽ ആ ഒരു പണ്ടത്തെ BSAന്റെ ലുക്കിലൊക്കെയാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഇന്റർസെപ്റ്ററിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കീന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാണ് ആ ഒരു BSAയുടെ ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ കീ എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു കീയും കാര്യങ്ങളൊക്കെയാണ്. നിലവിൽ ജാവ SDക്ക് പുറമെ ആ ഒരു സെയിം ക്ലാസിക് ലെജൻസ് തന്നെയാണ് ശരിക്കും ഈ ഒരു മോഡലിനും ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഹാലോജൻ ബൾബാണ്. ലുക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇതൊക്കെ ഹാലോജൻ ബൾബിലാണ് ശരിക്കും ഇതിന്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം എന്താ പറയാ, ഒരു പ്രീമിയം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റിന്റെ ഭാഗങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമില്ല, ഹാലോജൻ ബൾബ് ആയതുകൊണ്ട് ആ ഒരു ക്ലാസിക് 350 നമ്മുടെ പണ്ടത്തെ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ 18 ഇഞ്ചിന്റെ സ്പോക്ക് വീലോട് കൂടിയിട്ടാണ് ശരിക്കും ഈ ഒരു വാഹനം ശരിക്കും വന്നിട്ടുള്ളത്. പിറലിയാണ് ഇതിന്റെ സ്റ്റോക്ക് ആയിട്ട് വരുന്ന ടയേഴ്സും കാര്യങ്ങളൊക്കെ. ട്യൂബ്ലെസ് കാര്യങ്ങളൊന്നും തന്നെയല്ല കേട്ടോ. പിന്നെ ഏകദേശം 320 mm ഒരു ഡിസ്ക് ബ്രേക്കും നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിലായിട്ട് കാണാം. നോർമൽ ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നോർമലാണ്. അടിയിലായിട്ട് ഒരു റിഫ്ലക്ടർ കാണാം. പണ്ടത്തെ വണ്ടികളിൽ പ്രത്യേകിച്ച് ഈ റോയൽ എൻഫീൽഡിന്റെ വണ്ടികളിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു ഡിസൈനിൽ കണ്ട ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ആ ഒരു ഡിസൈനിലാണ് ഇതിന്റെ മഡ്ഗാർഡിന്റെ ആ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ പക്ക ഒരു പെയിന്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇതാണ് വാഹനത്തിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ശരിക്കും ടാങ്കിന്റെ ഡിസൈൻ ഇത്ര ചെറുതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. 12 ലിറ്റർ മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടാങ്കിൽ ആ ഒരു BSAയുടെ ഒരു സൂര്യനെ കുതിച്ചിക്കണ പോലെ നിങ്ങൾക്ക് തോന്നില്ല. അത്തരത്തിലുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇത് തൊടണ സമയത്ത് ഈ കാണുന്ന ഗോൾഡൻ കളറിലുള്ള ഭാഗങ്ങളൊക്കെ ശരിക്കും ഇതിന്റെ ഉള്ളിലായിട്ടാണ്. തൊടണ സമയത്തൊന്നും അത്തരത്തിൽ ഫീൽ ചെയ്യുന്നില്ല. പക്ക ഫ്ലാറ്റ് ആയിട്ടാണ് അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ക്രോം കളറിലാണ് ഇതിന്റെ ടാങ്കിന്റെ ഡിസൈൻ എങ്കിലും ഇവിടെ കുറെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു തരത്തിലേക്ക് ശരിക്കും മാറ്റിയിട്ടുണ്ട്. പിന്നെ 1903 എന്നൊക്കെ ശരിക്കും ഇതിന്റെ ഓപ്പൺ ചെയ്യണ ക്യാപ്പിന്റെ ഭാഗങ്ങളിൽ കാണാം. 1938 ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കണമെന്നാണെങ്കിൽ പറയാട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ ഭാഗങ്ങളൊക്കെ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. സൈഡ് ലുക്കിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈലൻസർ ആണ് കേട്ടോ. ഇതിന്റെ കളർ ചേഞ്ച് ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം നല്ലൊരു നീളത്തിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ സൈലൻസറിന്റെ ബെൻ പൈപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. 650cc സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വണ്ടി ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ എഞ്ചിന്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, സിംഗിൾ സിലിണ്ടർ 650cc എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇന്റർസെപ്റ്ററിനായിട്ട് ഞാൻ ഇതിനെ കമ്പയർ ചെയ്യണില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫൈൻമെന്റിന്റെ കാര്യത്തിലെല്ലാം കൊണ്ടും ആ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പാകത്തിനുള്ള എന്താ പറയുക സംഭവങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ എഞ്ചിനും അത്യാവശ്യം നല്ലൊരു യൂണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 650cc 45 bhp പവറും അതേപോലെ തന്നെ 55 Nm ടോർക്കോട് കൂടിയിട്ടൊക്കെയാണ് ശരിക്കും ഈ ഒരു മോഡലിനെ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു റേഡിയേറ്റർ ഫാനും കൂടെ കാണാം. അതായത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇത് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും ഫീൽ ചെയ്തു. ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നി പോയിട്ടാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഈ ഒരു ടാങ്കിന്റെ തൊട്ട് താഴെയായിട്ട് ഇത്രയും ബെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും ഈ ഒരു ബെൻ പൈപ്പിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ കാലിന്റെ ഭാഗങ്ങളിലേക്ക് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറോട് കൂടിയിട്ടാണ് ശരിക്കും ഈ ഒരു സൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഭാഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല.
റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ ചെയിൻ സ്പ്രോക്കറ്റിന്റെ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം. മോണോഷോക്ക് കാര്യങ്ങളൊന്നും തന്നെയില്ല കേട്ടോ. അവർ പഴമ നിലനിർത്തിക്കൊണ്ട് നോർമലായിട്ടുള്ള സ്പ്രിങ്ങോട് കൂടിയിട്ടുള്ള സസ്പെൻഷനൊക്കെയാണ് ശരിക്കും ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ടൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഹലോജനൊക്കെ തന്നെയാണ് കേട്ടോ. ബാക്കിൽ നിന്ന് ഈ ഒരു തരത്തിലാണ് ശരിക്കും വാഹനത്തിന്റെ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് വരുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു റിഫ്ലക്ടറും ചെറിയ 2 ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു സൈഡിലായിട്ടാണ് ശരിക്കും സാരികാട് വന്നിട്ടുള്ളത്. ഇവിടെയും ആ ഒരു ടാങ്കിന്റെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്ന ലൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു വണ്ടിയിൽ ഈ ഒരു സിൽവർ ഗ്രാഫിക്സോട് കൂടി വരുന്ന സമയത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ടാങ്കിന്റെ ഒരു ഡിസൈൻ. ഒരു മഴത്തുള്ളിയുടെ പോലൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തോന്നെങ്കിലും ഇത്തരത്തിലാണ് ശരിക്കും ഇതിന്റെ ടാങ്കിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. സൈഡിലായിട്ടാണ് നമ്മുടെ പെട്രോൾ ടാങ്കിന്റെ ഓപ്പൺ ചെയ്യുന്ന ക്യാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവർക്കും നല്ല രീതിയിൽ കാലെത്താവുന്ന തരത്തിലാണ് ഈ ഒരു സീറ്റിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് കേട്ടോ. ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ സീറ്റിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഫീൽ ചെയ്തു. ബാക്കിലായിട്ട് BSന്റെ ഒരു ബാഡ്ജിങ്ങും നമുക്ക് സീറ്റിന്റെ ഭാഗങ്ങളിൽ കാണാം. ഇപ്പുറത്തെ സൈഡിലും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 255 mm ഒരു ഡിസ്ക് ബ്രേക്ക് ഇതിൽ കാണാം. ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ ഇതൊക്കെയാണ് ശരിക്കും ഫുഡ് ട്രസ്റ്റിന്റെ ഡിസൈൻ. അതേപോലെ തന്നെ സാരികാട് ഐറ്റംസ് ഒക്കെ കാണാം. ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ ചാർജറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ഹോൺ വന്നിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു സൈഡിലത്തെ എഞ്ചിൻ കേസും കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മീറ്റർ കൺസോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ 2 അനലോഗും മീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു മീറ്ററിൽ നമുക്ക് ഫ്യൂൽ ഗേജ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമെങ്കിൽ ഇതിൽ ഓഡോമീറ്റർ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ വാണിംഗ് കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റിന്റെ തൊട്ട് മുകളിലായിട്ട്, അതായത് ഇങ്ങനെ വന്നാലാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുക. ഈ ഒരു തരത്തിലാണ് ശരിക്കും ഈ വാണിങ്ങളുടെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. ഡയൽസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാൻ വെച്ചാൽ പാസ് സ്വിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രൈറ്റ്, ഡിമ്മ്, ഇൻഡിക്കേറ്റർ, ഹോൺ. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീറ്ററിലത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല. ട്രിപ്പ് A, ട്രിപ്പ് B, ഓഡോമീറ്റർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ എഞ്ചിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഹസാർഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. ഹസാർഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ 4 ഇൻഡിക്കേറ്ററും കത്തിക്കൊണ്ട് കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബേസിക് ഫീച്ചേഴ്സ് മാത്രമാണ് വാഹനത്തിലുള്ളൂ. ഇനി വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ 650 cc ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും. ജസ്റ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല തമ്പിങ് ഉള്ളൊരു സൗണ്ടാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റായിട്ട് ഡീസെൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ട്. പിന്നെ ബാക്കിലത്തെ സ്പോക്ക് വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു USB ചാർജിങ് പോർട്ടും കൂടെ ശരിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C ടൈപ്പും അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു USB പോർട്ടും കൂടെ കമ്പനി ഈ ഒരു വണ്ടിയുടെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മിറേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ക്ലാസിക് ലുക്കിലൊക്കെയാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. വലിയ അലമ്പൊന്നുമില്ല. ചെറിയ മിറേഴ്സാണ്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ്. പിന്നെ അപ്രൈറ്റ് ആണ് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഏകദേശം ഒരു 200 സംതിങ് കിലോഗ്രാമോളം ഭാരമുള്ള 650 cc വണ്ടി ആയതുകൊണ്ട് തന്നെ അത്രയും ഭാരം കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാ എനിക്ക് ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉണ്ട്. ഒരുപാട് നീളം കൂടി കാലാന്ന് വെച്ചാൽ സൈലൻസർ നല്ലൊരു പണി തരുന്ന എനിക്ക് തോന്നി. ഇപ്പം എൻ്റെ ഒരു അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു തരത്തിലാണ് കേട്ടോ. അതായത് കുറച്ച് ഫുഡ് ട്രസ്റ്റ് പിറകിലേക്കായിട്ടാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു മാസമായിട്ടുള്ളൊരു വണ്ടിയിലിരിക്കുന്ന ഫീലും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി എന്തായാലും തരുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൈഡാണ്. അതുകൊണ്ട് ഈ ഒരു തരത്തിലിരിക്കാം. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കണ കാര്യമായിരിക്കും എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കേസായിരിക്കും. വണ്ടിയുടെ റിഫൈൻമെന്റ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഹീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈബ്രേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൈനസ് അല്ലെങ്കിൽ CB350 ഒക്കെ ഇല്ലേ, ആ ഒരു തരത്തിലുള്ള ഫീലിംഗും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തോന്നുന്നത്. എന്തായാലും ഹൈറ്റ് കുറഞ്ഞവർക്കും നല്ല രീതിയിൽ ഇരിക്കാൻ പാകത്തിനുള്ള ആ സീറ്റും കാര്യങ്ങളൊക്കെ സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു സീറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലൊരു ആളെ ഇരുത്തുന്ന ഒരു വ്യക്തിയാണ്. ഫാമിലി യൂസ് ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ. സഡൻ ആയിട്ടൊക്കെ ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് റെസ്റ്റ് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഈ ഒരു വണ്ടിയിലില്ല. അഡീഷണൽ ആയിട്ട് വാങ്ങി വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ ഒരു വണ്ടിയിൽ എന്തായാലും മുണ്ടെടുത്തിട്ട് നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് പഴയ വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അതായത് 1900 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു വണ്ടീനെ സ്വപ്നം കണ്ടിട്ട് ഇതിന്റെ പഴയ മോഡല് അന്വേഷിച്ച് നടന്നിട്ട് 5-6 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച് പണിയണം, റീസ്റ്റോർ ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഈ വീട്ടിലൊക്കെ ഒരു ആന ഉണ്ടെന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പഴയ റെട്രോ കാറുകളുടെ കളക്ഷനും ബൈക്കുകളുടെ കളക്ഷനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു മുതലിനെ വാങ്ങാത്ത പഴയ വണ്ടി എടുത്തിട്ട് പണിയെടുത്ത് നടക്കേണ്ട
കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഈ ഒരു മുതലിൻ്റെ സെയിൽ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ എന്ന ടീമുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ജാവയുടെ ഷോറൂമിൽ ഇനിയിപ്പോൾ BSയുടെ പുതിയ ഷോറൂം വരുമെന്ന് അറിയില്ല, വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് അടിക്കണവർക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെയാണ് ശരിക്കും ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് വന്ന് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ റിവ്യൂ ഒന്നായിട്ട് കാണണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു ബൈക്കിൻ്റെ വീഡിയോയിലാണ്.